വി ഡി സതീശൻ്റെ വാഗ്ദാനങ്ങളിൽ രണ്ടെണ്ണം സ്ത്രീകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ തുടങ്ങിയത്. ഒന്ന് KSRTC ബസ്സിലെ ഫ്രീ യാത്ര. നമ്മളന്ന് കണ്ടു വി ഡി സതീശൻ അവരുടെ മറ്റേ പത്രിക ഇലക്ഷൻ്റെ പത്രികയുമായിട്ടൊരു വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ ചേച്ചിയുടെ അടുത്തും ചേട്ടൻ്റെ അടുത്തും പറയുന്നത് സ്ത്രീകൾക്ക് ഇനിമോട്ട് സൗജന്യ യാത്ര എവിടേക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം KSRTC ബസ്സിൽ, നിങ്ങൾക്കെല്ലാം ഫ്രീ ആണ് എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞു പിന്നൊരു വീഡിയോ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രമേശ് പിഷാരടിയും KC വേണുഗോപാലും KSRTC ബസ്സിൽ കയറിയിട്ട് അതിലത്തെ സ്ത്രീകളോട് കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ യാത്ര എന്ന്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് KC വേണുഗോപാലിനോടും അതുപോലെ തന്നെ രമേശ് പിഷാരടിയാണ്. കാരണം വി ഡി സതീശനോട് ചോദിച്ചിട്ട് കാര്യമില്ല. വി ഡി സതീശൻ എന്ന് പറഞ്ഞ ആൾ തന്നെ നൂണാശൻ എന്നാണ്. ഇപ്പോൾ അത് നൂണാശൻ എന്നുള്ള പേരിപ്പോൾ യാഥാർത്ഥ്യമായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രമേശ് പിഷാരടിക്കും KC വേണുഗോപാലിനും ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടത്താൻ നോക്കുക. ഓക്കെ, കാരണം ജനങ്ങൾ ഇത്രയും ആഗ്രഹിച്ച് വോട്ട് ചെയ്ത് നിങ്ങളെ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു. ഇനി നിങ്ങൾ നിങ്ങളുടെ കോൺഗ്രസിൻ്റേതായ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും നിങ്ങൾ ഇതുപോലെ ഓരോരോ വാഗ്ദാനങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. പിന്നത്തെ പറയാൻ വെച്ചാൽ നമ്മുടെ ആശാവർക്കർമാർക്കെന്ന് പറയാൻ വെച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടി പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അവർക്ക് 21,000 നിർബന്ധമായിരുന്നു കിട്ടണം എന്നുള്ളത്. 21,000 ഇല്ലാണ്ട് സമരം പിന്നോട്ട് പോകുന്നുള്ള പരിപാടിയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ വി ഡി സതീശൻ വന്നു അത് 3,000 ഒതുക്കി. അപ്പോൾ ഇതൊരു വ്യക്തമായ അജണ്ട അല്ലേ? നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഈ സൂസിമാരെ എന്തിനാണ് സമരം ചെയ്തതെന്നുള്ളത്. SUCയുടെ ആൾക്കാരും അതുപോലെ തന്നെ ആശാ വർക്കേഴ്സും അവർക്കിതെല്ലാം ഒരു നാടകമായിരുന്നു. അവർക്കൊന്നും വേണ്ടിയിട്ടല്ല. അവർക്ക് എങ്ങനെയും പിണറായി വിജയൻ ഗവൺമെൻറ്റിനെ താറടിച്ച് കാണിക്കുന്ന ആ ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് അവർ ഇത് ചെയ്തത്. അപ്പോൾ എന്തായാലും വോട്ട് ചെയ്ത് ജയിപ്പിച്ച എല്ലാ വനിതകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഗുഡ് നൈറ്റ്. എൻ്റെ സഖാക്കൾക്കെല്ലാവർക്കും എൻ്റെ ലാൽ സലാം.